സഹപാഠികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി നാട്. കിടവൂർ ജുമാ മസ്ജിദിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം കബറടക്കിയത്. മദ്രസയിലെ പൊതുദർശനത്തിനെത്തിയ സുഹൃത്തുക്കൾ ഷഹബാസിനെ അവസാനമായി കണ്ട് പൊട്ടിക്കരഞ്ഞു. അതിവൈകാരികമായിരുന്നു കിടവൂർ പള്ളി മദ്രസയിലെ കാഴ്ചകൾ. ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചലനമറ്റ് കിടക്കുന്നത് കണ്ട് കൂട്ടുകാർ വാവിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ ഓർത്ത് അധ്യാപകരും വിതുമ്പി. ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി പിന്നെ അങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അത് ചെറിയ എന്തോ ഒരു കുട്ടികൾ തമ്മിലുള്ള കശപിശായിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾ കരുതിയുള്ളൂ. ഇത്രയും ദാരുണമായ ഒരു സംഭവത്തിലേക്ക് എത്തുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പം ശരിക്കും ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. നാട്ടുകാരും ബന്ധുക്കളും അടക്കം നൂറുകണക്കിന് പേരാണ് ഷഹബാസിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. കിടവൂർ ജമാ മസ്ജിദിൽ വൈകിട്ട് 5 മണിയോടെ മൃതദേഹം ഖബറടക്കി. സംസ്കാര ചടങ്ങുകൾക്കിടെ പിതാവ് കുഴഞ്ഞു വീണു. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുമ്പോഴാണ് തീരാവേദന സമ്മാനിച്ച് ഷഹബാസിന്റെ വിയോഗം. സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിനിരയായ മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത്. തലയോട്ടിക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തലയോട്ടിക്ക് ഗുരുതരമായ പൊട്ടലുണ്ടായിരുന്നു. ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനത്തിലാണ് തലയോട്ടി പൊട്ടിയതെന്നും കണ്ടെത്തി. ഷഹബാസിനെ നഞ്ചൊക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇത് തെളിയിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള സമൂഹമാധ്യമ ചാറ്റുകളും പുറത്തു വന്നിരുന്നു. കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഒന്നേത പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ചു. ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ 5 കുട്ടികളെയും വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. 14 ദിവസം കുട്ടികൾ ഒബ്സർവേഷൻ ഹോമിൽ കഴിയണം. പോലീസിന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ എഴുതാൻ അനുവദിക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.